ഉണ്ടായിരുന്നു, എവിടെയൊക്കെ പോയി, എത്ര പേരായിരുന്നു, അങ്ങനെ ഓരോ അവിടുത്തെ എക്സ്പീരിയൻസസ് അതൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഉണ്ടാക്കാം. അങ്ങനെ എടുത്തൊരു തീരുമാനം ഇപ്പോൾ വിചാരിക്കുന്നത് വേണ്ടായിരുന്നു എന്നും. അപ്പം എങ്ങനെയായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ, കോഫി കുടിക്കാനിരുന്ന സമയത്ത് ക്യാൻറ്റീനിൽ, ഓഫീസിൻ്റെ ക്യാൻറ്റീനിൽ കോഫി കുടിക്കാനിരുന്ന സമയത്ത് പെട്ടെന്ന് മാഗി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഈ മാഗി നമ്മൾ മണാലി പോയി കഴിച്ചാൽ ചിലപ്പോൾ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവില്ലേ, വെറുതെ ചെയ്യുന്നു. അപ്പം നമുക്ക് മണാലി പോയാലോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു 5 ഗേൾസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഓക്കെ നമുക്ക് പോവാം, ഞാൻ റെഡി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് എന്തായാലും പോവാം. എന്തായാലും ലാസ്റ്റ് ആരെങ്കിലും അത് ക്യാൻസൽ ചെയ്താൽ എന്തായാലും ആരാണ് ലാസ്റ്റ് വരെ ഉണ്ടാവുന്നത് അവർ വെച്ചിട്ട് നമ്മൾ പോകും എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞു ഞങ്ങൾ പൈസ ചെയ്യാൻ തുടങ്ങി. പൈസ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളൊരു എല്ലാ മാസം 20,000 വെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 5 മാസം എടുത്തു. അങ്ങനെ ഒരു എക്സ്ട്രാ കുറച്ച് പൈസ കരുതി വെച്ചു. ആക്ച്വലി ഒരാളൊരു 30,000 30 പ്ലസ് എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളിപ്പം ഇൻ കേസ് ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ 30 പ്ലസ് സംതിങ് മതി. ഇപ്പോൾ 2 റൗണ്ട് ട്രിപ്പ് നിങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് വെച്ചാൽ അത്രയൊന്നും ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ ഫെബ്രുവരി 14th വാലന്റൈൻസ് ഡേ എന്നാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ചെക്കന്മാർക്കൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാത്ത കൂട്ടത്തിലായതുകൊണ്ട് പോയി. പിന്നെ ഒന്നും പറയാനില്ല, അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെയുള്ള സപ്പോർട്ടായിട്ടുള്ള ബോയ് ഫ്രണ്ട്സ് കിട്ടണം എങ്കിൽ ഭയങ്കര ലക്കി ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ ലാസ്റ്റ് ആദ്യം 5 പേരുണ്ടായിരുന്നതായിരുന്നു പ്ലാനിൽ, പിന്നെ ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വെച്ചാൽ ഓക്കെ എന്തായാലും ക്യാൻസൽ ചെയ്യണ്ട, വിചാരിച്ചല്ല എന്തായാലും പോകാൻ, പിന്നെ എല്ലാവർക്കും കല്യാണത്തിന് മുന്നേ എന്തായാലും ഒരുമിച്ച് പോകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ കൂടെ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ടു ഡൽഹി ഫ്ലൈറ്റിന് പോയി. അന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് പ്രൈസസ് ഒക്കെ 5K സംതിങ് 5,000 സംതിങ് ആണ്, 5,250. അന്ന് വാലന്റൈൻസ് ഡേ ഓഫർ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അത് ആക്ച്വലി അതുകൊണ്ടാട്ടോ ഫെബ്രുവരി 14th ഞങ്ങൾ പോയത്. പ്രൈസ് ആരൊക്കെ ഫ്ലൈറ്റ്സ് ആരൊക്കെ കുറവായിരുന്നു. പിന്നെ അങ്ങനെ ഡൽഹി എത്തി. ഡൽഹി രാവിലെ ഞങ്ങളെത്തി. രാത്രിയാണ് ഞങ്ങളുടെ ഡൽഹി കാശ്മീരി ഗേറ്റ് അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ബസ് ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഒരു 8:30 ഞങ്ങൾ കയറി. 8:30 കയറി രാവിലെ ഒരു 10 മണിയാണ് അവർ പറഞ്ഞ ടൈം. പക്ഷേ ഞങ്ങളതിന് മുന്നേ എത്തി. അവർ ഭയങ്കര സ്പീഡിലായിരുന്നു ഓടിച്ചത്. ഞാൻ അയാളുടെ ഉറങ്ങിക്കൊണ്ട് അറിയില്ല അവർ എത്ര സ്പീഡിൽ ഓടിച്ചായിരുന്നു. അങ്ങനെ ഒരു 7 മണിയായിരുന്നു ഞങ്ങളെത്തി. പിന്നെ 7 മണിക്ക് ഓൾഡ് മണാലി എത്തി. ബസ് ഞങ്ങൾക്കൊരു 1,800 സംതിങ് ആയിരുന്നു. റെസിൻ ബസ് കൂടെയാണ് ബുക്ക് ചെയ്തത്. അപ്പം ബസ് നല്ലതായിരുന്നു, എന്താ കംഫർട്ടബിൾ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓൾഡ് മണാലി രാവിലെ എത്തി 7 മണിക്ക്. എന്നിട്ട് ഞങ്ങൾ ക്യാബ് ഡ്രൈവർ ഞങ്ങളെ കൂട്ടാൻ വന്നു. ഞങ്ങൾ ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ പോയി ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ ആദ്യം പുറത്ത് പോയപ്പം ഹരിമാദേവി ടെമ്പിളിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ അവിടെ ഒന്നും പറയാനില്ല, ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കര എക്സ്ട്രീം ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. പക്ഷേ അവിടെ നിന്ന് തിരിച്ചെത്തിയാൽ എന്താ പറയുക, ഭയങ്കര ഫേമസ് ആണ്. കാരണം അവിടുത്തെ ഒരു രീതി, പിന്നെ അവിടുത്തെ ഒരു ഭക്ഷണത്തിന് തന്നെയാണ് പറയില്ല. എനിക്ക് ഭക്ഷണം ഭയങ്കര പ്രശ്നമായിരുന്നു അവിടുത്തെ. എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചു. കാരണം ഞാൻ നല്ലോണം കഴിച്ചിരുന്നു. കാണുന്നൊക്കെ ഞാൻ വാരി വിളിച്ചു കഴിച്ചു. പിന്നെ ഫുഡ് പോയ്സൺ കാര്യത്തിൽ തീരുമാനം. ഒരു മിനിറ്റ്, എൻ്റെ കുട്ടി, എൻ്റെ ഒരു പട്ടിക്കുട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹരിമാദേവി ടെമ്പിളിൽ സ്റ്റാർട്ട് ചെയ്തു. നല്ല അമ്പലമായിട്ട് ഒന്നും പറയില്ല, അടിപൊളി അമ്പലമാണ്. അത് ഈ രാക്ഷസന്മാരുടെ ഒക്കെ എന്തൊരു സംഭവമാണ്, സ്കൾസ് ഒക്കെ ഉണ്ട്. അവരതിനൊക്കെ പ്രാർത്ഥിക്കണം. പിന്നെ അവിടെ ആദ്യം ഞങ്ങൾ എന്താ ചെയ്തത് വെച്ചാൽ ഇവിടെ ഡൽഹി എത്തിയ ഉടനെ സരോജിനി നഗർ പോയി, പിന്നെ ചാന്ദി ചോക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കാരണം മണാലി എത്തിയിട്ട് അപ്പം തന്നെ നമുക്ക് ചിലപ്പം ടൈം കിട്ടിയെന്ന് വരില്ല നെസസറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ. പിന്നെ താമസ് എന്തായാലും നിങ്ങൾ കരുതിയിരിക്കണം, അല്ലെങ്കിൽ എത്ര മണി കിട്ടും, നല്ല തണുപ്പാണ്. രാവിലെ അധികം പ്രശ്നമില്ല, ഒരു 3 ഡിഗ്രി 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ, മാനേജബിൾ ആണ്. തണുപ്പൊക്കെ മീൻസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓക്കെയാണ്. അല്ലാത്തവർ പെട്ടെന്ന് വിറയ്ക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇരുന്ന് വിറയ്ക്കായിരുന്നു ഫുൾ. ഐ മീൻ ലിറ്ററലി ഷിവറിങ്ങുന്നു അങ്ങനെ. പിന്നെ എനിക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പിന്നെ ഈ തണുപ്പിലെല്ലാം ഭയങ്കര ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു, അവൾക്കും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടായിട്ട് നമുക്ക് ഈ തണുപ്പൊക്കെ വരുമ്പം ഒരു ഇതല്ലേ അങ്ങനെ. പിന്നെ ഹരിമാദേവി ടെമ്പിൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ വൈഷ്ണോദേവി ടെമ്പിൾ അല്ലേ അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൻവിഹാർ പോയി. പിന്നെ മൊനസ്ട്രി, ടിബറ്റൻ മൊനസ്ട്രി ഉണ്ടായിരുന്നു, അവിടെ പോയി. അതൊക്കെ ഞങ്ങൾ ക്യാബിൽ തന്നെ പോയി. ഞങ്ങൾ ക്യാബ് ഡ്രൈവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള ദിവസം അടുത്ത ദിവസം സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ വൈഷ്ണോദേവി ടെമ്പിൾ പോയത് കേട്ടോ. ആദ്യത്തെ ദിവസമാണ് ഞങ്ങൾ കുറച്ച് ടയർഡായിരുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ സമയം കുറച്ച് പോയി, അതുകൊണ്ട് ആകെ 3 പ്ലേസ് പറയാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം മുതൽ ഞങ്ങൾ 5:30 എണീക്കാൻ തുടങ്ങി. 5:30 എണീറ്റു. 6 മണിക്ക് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ വൈഷ്ണോദേവി ടെമ്പിൾ പോയി. അടിപൊളി അമ്പലമാണ്. ആദ്യം നമ്മൾ കാണുന്ന വയ്ക്കുന്നത് ബിൽഡിങ്ങിന് മേലെ ഒരു സുഖം കിട്ടില്ല. മേലെ കയറിയപ്പം പിന്നെയാണ് ഞാൻ കാണുന്നത് കുറച്ച് പേര് പെട്ടെന്ന് കുനിഞ്ഞിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇവിടെയാണിപ്പം അതാണ് അവിടുത്തെ മെയിൻ സംഭവം. അങ്ങനെ ഞാനും പോയി ഗുഹയുടെ ഉള്ളിലേക്ക് കുനിഞ്ഞ് പോയി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തലക്കിടിച്ചു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അതിനുള്ളിൽ പോയി പിന്നെ കുറേ അവർ ചണ്ടൊക്കെ കിട്ടി തന്നു കയ്യിൽ. പിന്നെ പ്രസാദം തരുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു സ്പെഷ്യലായിട്ട് എനിക്കത് തേങ്ങക്കൊത്തില്ലേ ഈ ഉണക്കിയ സംഭവം അതിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് 2 പീസ് എനിക്ക് തരുന്നു ആ ചേട്ടനോട് വന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അവിടുത്തെ അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ പോയി നാഗർ കാസിൽ പോയി. അതിൻ്റെ ആ വഴിയാണ് ഞങ്ങൾ പാരഗ്ലൈഡിങ് ചെയ്യാൻ പോകുന്നത്. പാരഗ്ലൈഡിങ് ചെയ്യാനൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആദ്യം ശ്രദ്ധിക്കുക. അവർ നമ്മൾ പ്രൈസ് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവിടുത്തെ ആൾക്കാരെല്ലാം മനസ്സിലായ അവർ വായി തോന്നണ പ്രൈസ് പറയും. അപ്പം നല്ലോണം ബാർഗൈൻ ചെയ്യണം, എല്ലാം നോക്കില്ല. അപ്പം ബാർഗൈൻ ചെയ്യാൻ നല്ല രീതിക്ക് പഠിച്ചിട്ട് വേണം പോകാൻ. ഞങ്ങളോട് ഒരു എത്ര പാരഗ്ലൈഡിങ് 3400 എങ്ങാണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കയറി നേരെ നല്ലോണം ബാർഗൈൻ ചെയ്തു. എന്ന രീതിക്ക് 500 ഒന്നുമില്ല, ഒരു ഫോട്ടോ അയച്ചിരുന്നതിന് അത്ര പൈസ ഒന്നുമില്ല. സോ പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ഫോട്ടോസും അല്ല. അപ്പോൾ പിന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിക്കാണ് അവർ ക്യാഷ് ചോദിക്കാൻ. പക്ഷേ അവർ കൂടുതലാണ് വെച്ചത്. 500 വെച്ചു. ഞങ്ങളൊരു 250 ആരും ശരിയാക്കി. 250 അല്ല 200 രൂപയ്ക്ക് ഞങ്ങൾ ഫോട്ടോ മേടിച്ചു. ഫോട്ടോ പ്ലസ് വീഡിയോസ് ഉണ്ടായിരുന്നു. അത് നല്ലതാണ്, ഗോപ്രോയിൽ എടുത്ത വീഡിയോസാണ്. അപ്പം പിന്നെ ഉള്ള കാര്യം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എനിക്ക് ഒന്നും പറയണ്ട, എനിക്ക് എന്താണെന്നറിയില്ല, അവിടെ എത്തിയ മുതൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ മുതൽ തിരിച്ച് ഇവിടെ ബാംഗ്ലൂർ എത്തണ വരെ നല്ല പണിയായിരുന്നു. 8ന്റെ പണി കിട്ടുമായിരുന്നു. രാവിലെ എനിക്ക് ഓടുക അങ്ങനെയായിരുന്നു. പിന്നെ രാത്രി തിരിച്ചു വരിക, വീണ്ടും ഓടാം ടോയ്ലറ്റിലേക്ക്. ഇതെന്നെ എൻ്റെ ഇതൊരു സ്ഥിരം റുട്ടീനായി മാറി. പിന്നെ എനിക്കതൊരു ശീലമായി പോയി. 5 ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ 3ാമത്തെ ദിവസം ഞങ്ങൾ സോളാങ് വാലി, കുളു, പിന്നെ കസോൾ, കോക്സ്, സിസു ഒക്കെ പോയി. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് ഞാൻ ഓൾഡ് മനാലി എത്താനാവുമല്ലോ, നമ്മൾ ബസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഓർമ്മയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു എടി പുറത്തേക്ക് നോക്കുന്നു പറഞ്ഞു പെട്ടെന്ന്. അപ്പം ഞാൻ ഓർക്കത്തിന് വേണ്ടി പുറത്തേക്ക് നോക്കിയപ്പോൾ ആദ്യമൊന്നും കണ്ടില്ല. കുറച്ച് ബിയാസ് റിവറില്ല അത് കണ്ടു. അതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് മേലേക്ക് നോക്കിയപ്പോഴാണ് ഈ മഞ്ഞുമല കണ്ടത് കേട്ടോ. ഫുൾ ഓഫ് സ്നോ. എന്താ പറയുക, ആദ്യമായിട്ടല്ലേ സ്നോ കണ്ടത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ത്രില്ലും പിന്നെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് കരഞ്ഞു. എനിക്ക് സന്തോഷം കൊണ്ട് കരഞ്ഞു. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മണിക്കരൻ 4ാം ദിവസം പോയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഓൾഡ് മനാലി കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ നടന്ന് എല്ലാ സ്ഥലത്തും കയറി. വെറൈറ്റി ഓഫ് ടിബറ്റൻ ഫുഡ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. വീണ്ടും പണി കിട്ടി. എന്നാലും ഞാൻ കഴിക്കാൻ നിർത്തൂല, പക്ഷേ കഴിച്ചാലേ പറ്റൂ. ഒരു സ്ഥലം കണ്ടു ഞാൻ. അത് എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് പെയിൻ്റ് പഠിച്ചിട്ട് ഒരു തരത്തിൽ നമുക്ക് അവിടേക്ക് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ അറിയാതെ വീഡിയോ എടുക്കാൻ പോയി. അപ്പോൾ ബാക്കിലാണ് പറഞ്ഞത് 500 രൂപ ചാർജ് ചെയ്യും വീഡിയോ എടുക്കാൻ. ഞാൻ അറിഞ്ഞില്ല. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫീസ് നോട്ട് അലൗഡ്. പക്ഷേ ഞാൻ കണ്ടില്ല. ഞാൻ നേരെ കയറി വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ സോറി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ വിട്ടു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഞങ്ങൾ നല്ലോണം ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങളൊരു കാഫേ കയറി. അവിടെ കയറി നൂഡിൽസ് ഒക്കെ കഴിച്ചാണ്. അപ്പം അവിടെ ഒരു ഗിറ്റാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സംഭവമാണ് ഗിറ്റാർ പഠിക്കണം. അങ്ങനെ ഗിറ്റാർ കണ്ടപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഈ ഗിറ്റാർ പ്ലേ ചെയ്യാൻ പറ്റണമെന്നും. അപ്പോൾ ആ ചേട്ടൻ പ്ലേ ചെയ്യാൻ. അങ്ങനെ ഞാനതെടുത്ത് പ്ലേ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മനസ്സിലായി എനിക്ക് ഗിറ്റാർ വായിക്കാൻ തീരെ അറിയില്ലെന്നും. അപ്പോൾ ഞാൻ ഭയങ്കര സംഭവമായിട്ട് വായിക്കാനൊക്കെ നിന്ന് വായിച്ചു. അങ്ങനെ എന്നെ ഇവരെ പുച്ഛിച്ച് എന്താ ഗിറ്റാർ വായിക്കാൻ അറിയില്ലല്ലോ എന്നുള്ളതിൽ പുച്ഛിച്ചിരുന്നപ്പോഴാണ് 2 ടൂറിസ്റ്റ് വന്നത്. അവർ ഫ്രാൻസിൽ നിന്നും പിന്നെ ഒരാൾ അയർലൻഡിൽ നിന്ന് വന്നിരുന്നു. 2 ആൾക്കാർ വന്നു അതേ കാഫേ തന്നെ. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ ഓർഡർ ചെയ്തത്. അവിടുന്ന് എന്താ ഓർഡർ ചെയ്തത്, ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് നല്ലതാണ് അത് നല്ലതാണ് നല്ല രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഗിറ്റാർ വായിച്ചാൽ എല്ലാവരും എൻ്റെ ഫാൻസ് ആവും നിൽക്കും. ഞാൻ ആ ഗിറ്റാർ എടുത്ത് വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ 2 മിനിറ്റ് ഒരാളും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പം അതിലൊരാൾ തിരിഞ്ഞു നോക്കി എന്നോട് ചോദിച്ചു hey, do you know how to play a guitar? അപ്പം ഞാൻ ഉണ്ടോ അപ്പം അയാൾ പറഞ്ഞു I got to know from the way you play. അപ്പം ഞാൻ താങ്ക് യു അതോടെ ചായ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മനു ടെമ്പിളിൽ പോയി. മനു ടെമ്പിൾ നല്ല ഒരു ടെമ്പിളാണ്. അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്നു. പിന്നെ താഴേക്ക് വന്നു. നല്ലതായിരുന്നു. എന്താ അടിപൊളി സ്ഥലം. പിന്നെ ഡ്രൈ ആപ്പിൾ കിട്ടിയിട്ടോ. അവിടുന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് പോലെ തന്നെ ഡ്രൈ ആപ്പിൾ അവിടെ ഒരു മെയിൻ സംഭവമാണ്. പിന്നെ നമ്മൾ ഭക്ഷണം വെച്ചത് അവിടെ മെയിൻ സംഭവം സിഡ്ഡു ആൻഡ് നാഫിൻ ഈ 2 എന്തായാലും ട്രൈ ചെയ്യണം. ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾഡ് മനാലി അവിടുന്ന് അന്ന് രാത്രി ഞങ്ങൾക്കൊരു 8 മണിക്കായിരുന്നു ഞങ്ങളുടെ ബസ് ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനായിരുന്നത് അവിടെ മനാലി പോയാൽ നിങ്ങളൊരു ഡോഗ് ലവറൊക്കെ ആണെങ്കിൽ ആനിമൽ ലവർ ഡോഗ് ലവേഴ്സ് ആണെങ്കിൽ ഡാം ഷുവർ യു വിൽ ജസ്റ്റ് ലവ് ദ പ്ലേസ്. ഓൾഡ് മനാലി ടു ഡൽഹി ബസ്സിന് കയറി. അങ്ങനെ ഞങ്ങൾ ഡൽഹി അടുത്ത ദിവസം രാവിലെ എത്തി. രാവിലെ ഞങ്ങളൊരു 7:30-8 മണിൻ്റെ ആ സമയത്തേക്ക് ഞങ്ങളെത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറേ ഇവിടെ പോയി റെഡ് ഫോർട്ട് പോയി. പിന്നെ രാജ്ഘട്ട് പോയി. പിന്നെ കുത്തബ് മിനാർ ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ എവിടേക്കായിരുന്നു ഭക്ഷണം കഴിച്ചു. ആദ്യം അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ഒരു റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഫ്രഷായി അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കരോൾ ഭാഗിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറേ നടന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാണില്ല. ഞങ്ങൾ കുറേ നടന്ന് ലാസ്റ്റ് ഒരു ഫുൾ സ്ട്രീറ്റ് കണ്ടു. ഈ ഫുഡ് സ്ട്രീറ്റില്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് നല്ലോണം തട്ടി. അങ്ങനെ വീണ്ടും എനിക്ക് പണി. 8:20 ട്രെയിൻ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയത് 8:18 2 മിനിറ്റ് മുന്നേ. അവിടെ ട്രെയിനിൻ്റെ
തൊട്ടടുത്തെത്തി കേട്ടോ. ഞങ്ങളവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ അവർ അനൗൺസ് ചെയ്ത് 6th അതേപോലെ ഞങ്ങൾ ഓടി ഞങ്ങൾ എത്തി. ഞങ്ങൾ കോച്ച് പൊസിഷനിൽ എത്തി. B1 സംതിങ് എന്തായിരുന്നു 27, 28, 29 അങ്ങനെ അതിൽ കയറി. എൻ്റെ പിന്നെ അപ്പർ ബർത്ത് ആയതുകൊണ്ട് എനിക്ക് സുഖമായി. ഞാൻ പിന്നെ ഇങ്ങനെ സ്വിച്ചിട്ട പോലെ ഉറങ്ങുന്നുണ്ട്. അതിൽ കയറി ഭക്ഷണം കഴിച്ചു ഉറങ്ങി. പിന്നെ അടുത്ത ദിവസം 11 മണിക്ക് എണീറ്റു. പിന്നെ ഭക്ഷണം കഴിച്ചു വീണ്ടും ഉറങ്ങി. പിന്നെ വൈകിട്ട് വീണ്ടും എണീറ്റു. എന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിച്ചു, ചായ കുടിച്ചു. ചായ അല്ലെങ്കിൽ കോഫി കുടിക്കാൻ വന്നു. എന്നിട്ട് വീണ്ടും ഉറങ്ങി എടുത്തു. അത് മണാലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ്. ഇവരാരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോകണം. ഒരു 30K ബഡ്ജറ്റ് നിങ്ങൾ എന്തായാലും